ഹലോ നമസ്കാരം, വെൽക്കം ടു ഈ പഠിപ്പുര. ഇന്ന് LDC ക്യാപ്സ്യൂൾസിൽ ഇംഗ്ലീഷിലെ വൊക്കാബുലറി പാർട്ടിൽ നിന്ന് കോമ്പൗണ്ട് വേർഡ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കോമ്പൗണ്ട് വേർഡ്സ് എന്നും ഏതൊക്കെ ടൈപ്സ് ഓഫ് കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ടെന്നും അതിലെ കുറച്ച് എക്സാമ്പിൾസും പരിചയപ്പെടാം. കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് അല്ലെങ്കിൽ രണ്ടിലധികം വേർഡ്സ് കൂടി ചേർന്ന് ഒരു സിംഗിൾ വേർഡ് ഫോം ചെയ്യുന്നതിനെയാണ് മീനിങ് ആയ ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൂടി ചേർന്ന് ഒറ്റ വാക്ക് ഫോം ചെയ്യുന്നതിനെയാണ് കോമ്പൗണ്ട് വേർഡ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. 3 തരത്തിലാണ് ശരിക്കും ഇംഗ്ലീഷിൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുക. ഓപ്പൺ കോമ്പൗണ്ട്സ് ഉണ്ട്, ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് ഉണ്ട്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഓപ്പൺ കോമ്പൗണ്ട്സ് പേര് പോലെ തന്നെ ഓപ്പൺ ആയിരിക്കും, ഗ്യാപ്പ് ഉണ്ടായിരിക്കും. 2 വേർഡുകൾ കൂടി ചേരുമ്പോൾ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഐസ്ക്രീം, ഐസ് ക്രീം, ഗ്യാപ്പ് ഉണ്ട് അവിടെ അല്ലേ. അതുപോലെ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള ഫോൺ കോൾ. ഫോൺ കോൾ 2 വേർഡുകൾ കൂടി ചേർന്ന് ഫോം ചെയ്യുന്നതാണ്, പരസ്പരം വിട്ടു നിൽക്കുന്നു, ഗ്യാപ്പ് ഉണ്ട് അവർക്ക്. അതുപോലെ സ്കൂൾ ബസ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഓപ്പൺ കോമ്പൗണ്ടുകൾക്കുണ്ട്. അതുപോലെ രണ്ടാമത്തെ കോമ്പൗണ്ടാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട്. ക്ലോസ്ഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധിച്ചു പോകുന്ന ഈ വാക്കുകൾക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല, ചേർന്ന് നിൽക്കുന്നു. എക്സാമ്പിൾ ബുക്ക് സ്റ്റോർ, ഡോർ നോബ്, കീബോർഡ് മുതലായവയൊക്കെ ക്ലോസ്ഡ് കോമ്പൗണ്ടുകളുടെ എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തെ തരത്തിലുള്ള കോമ്പൗണ്ടുകളാണ് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് ആകുമ്പോൾ നടുക്കൊരു ഹൈഫൻ ഉണ്ടാവും. ഈ വേർഡുകൾ രണ്ടിലധികം വേർഡ്സ് കൂടി ചേർന്ന് ഒറ്റ വാക്കായി മാറുമ്പോൾ അതിനിടയിൽ ഒരു ഹൈഫൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയേ, ഫാർ സൈറ്റഡ്, ഇൽ മാനേർഡ് ഒക്കെ ഇതിൽ പെടുന്ന എക്സാമ്പിൾസ് ആണ്. നമുക്ക് കുറച്ചധികം എക്സാമ്പിൾസ് കൂടെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പൺ കോമ്പൗണ്ട്സിലെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വാട്ടർ ബോട്ടിൽ, സെക്യൂരിറ്റി ഗാർഡ്, ക്രിസ്മസ് ട്രീ, മൊബൈൽ ഫോൺ, പോക്കറ്റ് മണി, പോലീസ് സ്റ്റേഷൻ, എയർ പൊല്യൂഷൻ, ഗിഫ്റ്റ് കാർഡ്, കോളേജ് ഡേ, പ്രൈം മിനിസ്റ്റർ. ഇതെല്ലാം ഓപ്പൺ കോമ്പൗണ്ടുകളിൽ പെടുന്ന കുറച്ച് വേർഡ്സ് ആണ്. ഈ വേർഡുകളൊക്കെ 2 വേർഡുകൾ കൂടി ചേർന്ന് 2ൽ കൂടുതൽ വേർഡുകൾ കൂടി ചേർന്ന് ഒന്നിച്ച് വരുന്നു, പക്ഷെ ഗ്യാപ്പ് ഉണ്ടാവും. അതാണ് ഓപ്പൺ കോമ്പൗണ്ട്സ്. ഇനി നമുക്ക് ക്ലോസ്ഡ് കോമ്പൗണ്ടുകൾ നോക്കാം കേട്ടോ. ക്ലോസ്ഡ് കോമ്പൗണ്ട് തമ്മിൽ ഗ്യാപ്പ് ഇല്ല കണ്ടോ. ലഞ്ച് ബോക്സ് ആയിക്കോട്ടെ, ടൂത്ത് പേസ്റ്റ് ആയിക്കോട്ടെ, റെയിൽവേ, ഗൂസ്ബെറി, സ്നോമാൻ, റെയിൻബോ, കീ ഹോൾ, ബെഡ്റൂം, നോട്ട്ബുക്ക്, റെയിൻകോട്ട് മുതലായവയൊക്കെ 2ൽ കൂടുതൽ വേർഡ്സ് കൂടി ചേർന്ന് ഒറ്റ വാക്ക് ഗ്യാപ്പ് ഇല്ലാതെ ഫോം ചെയ്യുന്നു. അതാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്. ഇനി നമുക്ക് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് കൂടെ നോക്കാം കേട്ടോ. ഹൈടെക്, ഗ്യാപ്പ് ഉണ്ടല്ലേ, പക്ഷെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മളൊരു ഹൈഫൻ ഇടുന്നുണ്ട്. ഹൈടെക്, വെൽ നോൺ, മാൻ മെയ്ഡ്, എഡിറ്റർ ഇൻ ചീഫ്, സോഫ്റ്റ് സ്പോക്കൺ, ഓഫീസർ ഇൻ ചാർജ്, ബ്രദർ ഇൻ ലോ, നാരോ മൈൻഡഡ്, മാൻ മെയ്ഡ്, വെൽ ടു ഡു. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സിൽ പെടുന്നതാണ്. നടുക്ക് ഹൈഫൻ കാണും. 2-2ലധികം വേർഡ്സ് കൂടി ചേർന്നാണ് ഈ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത്. പക്ഷെ നടുക്കൊരു ഹൈഫൻ നിങ്ങൾക്ക് ഈ വേർഡുകൾ തമ്മിൽ ബന്ധിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇനി ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സും ഓപ്പൺ കോമ്പൗണ്ട്സും ക്ലോസ് കോമ്പൗണ്ട്സും, അതായത് കോമ്പൗണ്ടുകളൊന്നും മറന്നു പോയത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്.